സ്മൈൽപൂരിലുള്ള സെയിന്റ് മേരീസ് കോൺവെന്റ് സ്കൂൾ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെയാണ് സ്മൈൽപൂരിലേക്കുള്ള യാത്ര. ചരക്ക് ലോറികളാണ് ഈ വഴിയിൽ അധികമായി കാണാൻ സാധിച്ചത്. ജമ്മു കാശ്മീരിൽ ഫാക്ടറി തുടങ്ങുന്നതിനും റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനുമെല്ലാം ടാക്സ് കുറവാണ്. അതുകൊണ്ടുതന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും ആളുകൾ ധാരാളമായി ഇവിടെ വന്ന് ഫാക്ടറികൾ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇവിടം വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയായി മാറി. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ സ്കൂളിൽ എത്തിച്ചേർന്നു. ഹോസ്പിറ്റൽ, പാസ്റ്ററൽ സെന്റർ, സ്കൂൾ എന്നിവയുള്ള ഒരു ക്യാമ്പസാണ് ഇത്. ഈ സ്കൂൾ തുടങ്ങിയത് 1997-ലാണ്. സിസ്റ്റേഴ്സാണ് ഈ സ്കൂൾ നടത്തുന്നത്. കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന സഭയുടെ കാഴ്ചപ്പാടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ള ബിൽഡിംഗ്, നല്ല ടീച്ചേഴ്സ്, നല്ല ലൈബ്രറി തുടങ്ങി ഒരു കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിലുണ്ട്. ഇത് ജമ്മു കാശ്മീർ കാത്തലിക് മിഷൻ്റെ തുടക്കം. അതായത് 1880 മിൽഹിൽ മിഷണറീസ്, അയർലൻഡിൽ നിന്നുള്ള മിൽഹിൽ മിഷണറീസ് ആയിരുന്നു ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത്. ആ സമയത്തുള്ള കാശ്മീർ, ജമ്മു കാശ്മീർ എന്ന് പറയുന്ന അതിൻ്റെ പിക്ചറാണ് ഇത് ഈ കാണുന്നത്. കാശ്മീർ ആ സമയത്ത് ലാഹോറും, ജമ്മു ഏരിയ ലാഹോറിലും കാശ്മീർ ഏരിയ റാവൽപിണ്ടി രൂപത, അന്ന് ആ കാലത്തുള്ള രൂപതയുടെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീർ ഇരുന്നത്. പാർട്ടീഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ലാഹോറിൻ്റെ ഭാഗമായിരുന്ന ജമ്മു ഏരിയയും റാവൽപിണ്ടിയുടെ ഏരിയ ആയിരുന്ന കാശ്മീർ ഏരിയയും ഒന്നിച്ച് ഒരു പ്രീഫെക്ചർ, ജമ്മു ആൻഡ് കാശ്മീർ പ്രീഫെക്ചർ എന്ന രീതിയിൽ ഇവിടെ അതിനെ മാറ്റിയെടുത്ത് അവിടെ ഒരു ജമ്മു കാശ്മീർ പ്രീഫെക്റ്റ് അപ്പസ്റ്റോലിക് എന്ന പദവിയിലുള്ള ബിഷപ്പല്ല, പ്രീഫെക്റ്റ് അപ്പസ്റ്റോലിക് ആയിട്ട് ഇവിടെ ആദ്യമായിട്ട് നിയമിക്കുന്നത്. അതാണ്
ആദ്യത്തെ ഇവിടെയുണ്ട് മോൺസിങ്ങോർ ഷാങ്ക്സ്. അന്നുള്ള ആ സമയത്ത് വന്നിരിക്കുന്ന പിന്നെ മിൽഹിൽ മിഷണറീസ് അവരുടെ തുടക്കം ബാരമുള്ള, മെയിനായിട്ട് ബാരമുള്ളയിലാണ് ആദ്യത്തെ തുടക്കം. അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് തുടക്കമുള്ളത്. അവിടെ ഒരു 6 പിള്ളേരെയും കൊണ്ടാണ് ആദ്യമായിട്ട് അവിടെ ഒരു സ്കൂള് തുടങ്ങുന്നത്. ഇപ്പോൾ അത് സെൻറ്റ് ജോസഫ് സ്കൂൾ എന്നിപ്പോൾ അറിയുന്ന സെൻറ്റ് ജോസഫ് സ്കൂൾ. ഇതിനു മുമ്പ് സെൻറ്റ് ജോസഫ് കോളേജുമായിരുന്നു. അതിനിടയ്ക്ക് ഒരിക്കൽ 1962 വരെ ഒരു സെൻറ്റ് ജോസഫ് കോളേജ് വരെ നടത്തിയിരുന്നതാണ് അവർ. പക്ഷേ ആ കോളേജ് പിന്നീട് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു. അവർക്ക് നടത്താൻ ആളില്ലാതെയും പിന്നെ ഫിനാൻഷ്യലായിട്ട് വയബിൾ അല്ലായിരുന്നതുകൊണ്ട് അത് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു. അതിപ്പോഴും അത് ഗവൺമെൻറ് ഡിഗ്രി കോളേജ് എന്ന് അറിയുന്ന ബാരമുള്ളയിലുണ്ട്, ആ കോളേജുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ ബാക്കി സ്കൂൾ മാത്രമായിട്ട് നടന്നിരിക്കുന്നതാണ് സെൻറ്റ് ജോസഫ് സ്കൂളായിട്ട് ഇപ്പോഴും ഉള്ള സ്കൂളുണ്ട് അവിടെ. അതിപ്പോൾ ആ സ്കൂൾ തുടങ്ങിയത് 1905-ലാണ്. അതായത് ഇപ്പോൾ 117 വർഷം ആയി ആ സ്കൂളിൽ. 6 പിള്ളേരുമായിട്ട് തുടങ്ങിയ പിന്നെ ഇതാണ് തുടക്കം. അതിപ്പോൾ ഏകദേശം 4000 സ്റ്റുഡൻസ് ഉണ്ട് ആ ഒരു സ്കൂളിൽ. അത് +2 വരെയുള്ള സ്കൂളാണ്. അപ്പോൾ അവിടെയുള്ള ആദ്യം പണിത പള്ളിയാണ്. ഹോസ്പിറ്റലും പള്ളിയും കൂടെ അവിടെ പിന്നെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അത് 101 വർഷം പഴക്കമായ ഹോസ്പിറ്റലുണ്ട്. അവരുടെ ഹോസ്പിറ്റലായിട്ട് ആകെ ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ ഇല്ലായിരുന്ന സമയത്തും ഇത് അന്ന് തുടങ്ങിയതാണ്. അത് ഇപ്പോഴും ഉണ്ട്. FMM ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് മേരി എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷനാണ് അത് നടത്തുന്നത്. ആദ്യകാലങ്ങളിൽ FMM സിസ്റ്റേഴ്സും അച്ഛന്മാരും നടത്തിയിരുന്ന സേവനം ഇങ്ങനെയാണ്. പ്രത്യേകിച്ചും വില്ലേജുകളിൽ കൂടെ പോയി അവിടെ ആൾക്കാർക്ക് പിന്നെ ഹെൽത്ത് സർവീസ്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവർക്ക് മരുന്ന് കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് ചികിത്സയ്ക്കുള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരുന്ന സംഗതിയാണ്. അപ്പോൾ വില്ലേജിൽ പോയാൽ മിക്കവാറും അവർ സഞ്ചരിച്ചിരുന്നത് ഇതിലാണ്, നമ്മുടെ കുതിരവണ്ടിയിലാണ്. സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പിന്നെ സഞ്ചരിച്ചിരുന്നത് കുതിരവണ്ടിയായിരുന്നു. അവർ സ്വന്തമായിട്ടുള്ള കുതിരവണ്ടി പോയി ടെൻ്റ് അടിച്ച് ഇതെടുത്ത് താമസിച്ച് അവിടെ ആൾക്കാരെ വിളിച്ച് വരുത്തി അവിടെ അങ്ങനെയാണ് ആദ്യത്തെ കാലങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒരു സീനാണെന്ന് ഇത് കാണുന്നത്. അവരുടെ FMM സിസ്റ്റേഴ്സിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള സിസ്റ്ററാണ് മേരി ഓഫ് പാഷൻസ്. അവരുടെ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടേഴ്സാണ്. ഇത് 1947 പട്ടാൻസ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കാശ്മീർ റെയ്ഡ് ചെയ്തപ്പോഴുള്ള അന്ന് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ പിന്നെ അവർ റെയ്ഡ് ചെയ്തു, അറ്റാക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു സീനാണിത്. അവിടെ ഒരു സിസ്റ്റർ തെർസിലിന വെടിവെച്ച് ഡോക്ടേഴ്സ് വേറെ പലരെയും നേഴ്സ് പലരെയും അവിടെ വെടിവെച്ച് ആ സമയത്ത് കൊന്നു. അതിൻ്റെ ഒരു സീനാണ് ഇത് ഇപ്പോൾ കാണുന്നത്. അത് ഹോസ്പിറ്റൽ മുഴുവൻ റെയ്ഡ് ചെയ്ത് പല സംഗതികളും അവിടുന്ന് അവർ കൊണ്ടുപോയി. പക്ഷേ അന്ന് ഇന്ത്യൻ ആർമി ആദ്യമായിട്ട് അന്ന് എത്തിയത് കൊണ്ട് അത് കൂടുതൽ ഒന്നും സംഭവിക്കാതെ അന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടു. ഇതൊരു പിക്ചറുള്ളത് ഏറ്റവും വരുന്ന ഫാദർ ജിം ബോസ്റ്റ് എന്ന് പറഞ്ഞ മിൽഹിൽ മിഷണറിയാണ്. അദ്ദേഹമാണ് ആ മിൽഹിൽ മിഷണറീസിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി ഇവിടെ ഉണ്ടായിരുന്ന. 3 വർഷം മുമ്പ് കാശ്മീരിൽ മരിച്ചുപോയി. പുള്ളി കാശ്മീരിൽ തന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിച്ചാണ്. ഏകദേശം 60 വർഷത്തോളം ജമ്മു കാശ്മീരിൽ, പ്രത്യേകിച്ച് കാശ്മീരിൽ വർക്ക് ചെയ്ത മിഷണറിയാണ് ഈ ഫാദർ ജിം ബോസ്റ്റ് എന്ന് പറഞ്ഞത്. അതിനൊക്കെ മുമ്പായിട്ട് ആർമി ചാപ്പലിനായിട്ട് കേരളത്തിൽ നിന്ന് വന്ന അച്ഛനാണ് ഫാദർ തോമസ് മേക്കപ്പറമ്പിൽ എന്ന് പറഞ്ഞത്. ജമ്മുവിലും ഉധംപൂരിലൊക്കെ ആർമിയുടെ ചാപ്പലിനായിട്ടിരുന്ന് അദ്ദേഹവും ആക്സിഡൻറ്റിൽ ഇവിടെ മരിച്ച്
ഇവിടെ തന്നെ അടക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള പള്ളിയുടെ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. വേറെ എന്ന് പറഞ്ഞ ഇവിടുത്തെ ആദ്യമായിട്ടുള്ള കാറ്റക്കിസ്റ്റ്, അതായത് വേദപാഠമോ അല്ലെങ്കിൽ മനുഷ്യരെ പഠിപ്പിക്കാനുള്ള അച്ഛന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ ഇടവകളിലോ ആൾക്കാരുമായിട്ട് കൂടുതൽ സമ്പർക്കവും അവരെ പഠിപ്പിക്കാനും അവരുടെ കാര്യം നോക്കാനായിട്ടുള്ള ഒരു കാറ്റക്കിസ്റ്റ്, അതായത് റിലീജിയസ് ടീച്ചർ എന്നുള്ള രീതിയിലുള്ള അള്ളാ റക്ക ഖാൻ, ബാബു അള്ളാ റക്ക എന്ന് പറഞ്ഞാൽ പഞ്ചാബി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ് ഇന്ന് ജമ്മു കാശ്മീരിൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടായിരുന്ന വളരെ എന്താ പറയുക ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ആദ്യത്തെ മിഷണറി എന്ന് പറയാം. അപ്പോൾ അച്ഛന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ആളാണ് ഇത്. ജമ്മുവിൽ ആദ്യമായിട്ട് മിഷണറീസായിട്ട് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് എന്നാണ്. ഇതാണ് പ്രസൻറ്റേഷൻ സിസ്റ്റേഴ്സ് എന്നറിയുന്നവർ. ലഡാക്ക് റീജിയനിൽ നിന്നുള്ള ഒരു പിക്ചറാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ഇതാണ്. ഫാദർ ഡാനിയൽ കിൽറ്റി എന്ന് പറഞ്ഞൊരു മിൽഹിൽ മിഷണറി അവിടെ 1889 മരിച്ച് അവിടെ പിന്നെ തണുപ്പും അസുഖവുമായിട്ട് മരിച്ച് ആദ്യത്തെ മിഷണറിയാണ് ഇവിടുത്തെ ജമ്മു കാശ്മീർ ലഡാക്ക് ഏരിയയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറ ഇപ്പോഴും അവിടെ ലഡാക്കിലുണ്ട്. ആ കല്ലറയുടെ അടുത്ത് അന്നുണ്ടായിരുന്ന പിന്നെ ബിഷപ്പ് ഇപ്പോളിറ്റസ് കുന്നുങ്കൽ ആ കല്ലറയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണത്. പിന്നെ അവിടെയുള്ള ഒരു അറിയപ്പെടുന്ന യാക്ക് എന്ന് അറിയുന്ന മൃഗമാണ് അവിടെ അതിന് അവിടെ സാധാരണ വളരുന്ന ഈ തണുപ്പത്ത് ഇത്രയും കടും തണുപ്പത്ത് -30 -40 ഒക്കെ ആവുന്ന സ്ഥലമാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. അവിടെയും സർവൈവ് ചെയ്യുന്ന ഒരു മൃഗമാണ് യാക്ക്. ഇതിൻ്റെ മാംസമാണ് സാധാരണ അവർ ഇതിന് തണുപ്പത്ത് നേരത്തെ വന്ന് ഇതിൻ്റെ ഉള്ളവർ ഉപയോഗിക്കുന്നത്. ഇത് സെയിൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ. സ്മൈൽപൂരിൽ സഭ നടത്തുന്ന ഒരു വലിയ ഹോസ്പിറ്റലാണ് ഇത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്നും ആശ്രയമായി ഈ ഹോസ്പിറ്റൽ തലയുയർത്തി നിൽക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുമുണ്ട്. SCJM സിസ്റ്റേഴ്സാണ് ഈ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇനി നമ്മൾ കുറച്ച് ദീർഘദൂര യാത്രയാണ്. ജമ്മു വിട്ട് നൌഷേര എന്ന സ്ഥലമാണ് ലക്ഷ്യം. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം. കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. പട്ടാളക്കാരുടെ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നത് നമുക്ക് കാണാം.
നൗഷേരയ്ക്കുള്ള യാത്രാമധ്യേ സുന്ദർബന്നി എന്ന സ്ഥലത്തെത്തി. അവിടെ നമ്മുടെ അയ്യപ്പനച്ഛൻ താമസിക്കുന്ന ഒരു ചെറിയ ആശ്രമമുണ്ട്. സുന്ദർബന്നി എന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നും ഓടിവന്ന ഹിന്ദുക്കൾ താമസിച്ച സ്ഥലമാണ് ഇത്. അവർ ടെന്റ് കെട്ടി താമസിച്ച സ്ഥലങ്ങൾ പിന്നീട് കച്ചവട സ്ഥലങ്ങളായി മാറി ഇതൊരു ടൗൺഷിപ്പ് ആകുകയായിരുന്നു. ആശ്രമത്തിലെത്തി അച്ഛനുമായി സംസാരിച്ചു. പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു.